മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിന് സമീപത്തെ ബാരിക്കേഡ് തകർന്ന അപകടം. തിക്കിലും തിരക്കിലും പെട്ട 10 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരെ എയർ ആംബുലൻസിൽ ലക്നൌവിലേക്ക് മാറ്റിയേക്കും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉന്നതതല യോഗം വിളിച്ചു. വി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ ഇവരെ എയർ ആംബുലൻസിൽ അവിടെ നിന്നും മാറ്റിയോ അതോ അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണോ ലക്നൌവിലേക്ക് നീക്കാനുള്ള? മോത്തി നിലവിൽ ഇവരെ എല്ലാം അതായത് ഗുരുതരമായ പരിക്കേറ്റവരെ ഉൾപ്പെടെ പ്രയാഗ്രാജിലെ വിവിധ ആശുപത്രികളിൽ താൽക്കാലികമായി ഈ കുംഭനഗറിൽ പണിതിട്ടുള്ള താൽക്കാലിക ആശുപത്രികളിൽ അവർക്ക് ചികിത്സ നൽകി വരികയാണ്. പക്ഷേ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ എയർ ആംബുലൻസിൽ ലക്നൌവിലേക്കോ വാരണാസിയിലേക്കോ മാറ്റുവാനാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതിനിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതതല യോഗം ലക്നൌവിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് DGP, അതുപോലെ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറി, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ഈ പ്രയാഗ്രാജിലുള്ള അഡീഷണൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോടും ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രയാഗ്രാജിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അദ്ദേഹം ഇന്ന് 3 തവണ ഈ യോഗി ആദിത്യനാഥുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഈ സ്ഥിതിഗതികൾ സംബന്ധിച്ചുള്ള ആശയവിനിമയം അല്ലെങ്കിൽ വിലയിരുത്തലുകൾ നടത്തുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായം വേണമെങ്കിലും അത് നൽകാൻ വേണ്ടി തയ്യാറാണെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മരണസംഖ്യ സംബന്ധിച്ച് ഈ ഒരു ഔദ്യോഗികമായ കണക്കുകൾ ഉത്തർപ്രദേശ് സർക്കാർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പലരെയും കാണാനില്ല തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് സർക്കാർ ഇപ്പോൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ അനൗദ്യോഗികമായ കണക്കുകൾ പ്രകാരം 10ഓളം പേർ ഈ അപകടത്തിൽ മരിച്ചതായാണ് വിവിധ ഈ ഏജൻസികളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നാണ് ഈ അനൗദ്യോഗിക റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ കൺഫർമേഷൻ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ഈ അപകടമുണ്ടായത്. ഈ പുണ്യസ്നാനം, അതായത് മൗനി അമാവാസി ദിനത്തിലെ ആദ്യ സ്നാനം ആരംഭിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് ത്രിവേണി സംഗമത്തിന് സമീപത്തെ ബാരിക്കേഡ്, പോലീസ് ഉയർത്തിയിരുന്ന ബാരിക്കേഡ് തകരുകയും അവിടെ തിങ്ങിക്കൂടിയിരുന്ന ആൾക്കാർ ഈ തിക്കിലും തിരക്കിലും പെട്ട അപകടത്തിൽ പെടുകയും ഉണ്ടായത്. തുടർന്ന് ഈ രണ്ടാമത്തെ അമൃതസ്നാനം താൽക്കാലികമായി നിർത്തിവെക്കുവാൻ ഈ അഖാഡകൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അഖാഡകളിൽ ചിലത് ഈ 2ാം അമൃതസ്നാനം നടത്തുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് ഈ അഖാഡകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സന്യാസ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം പ്രധാനപ്പെട്ട ദിവസമാണ് സന്യാസി സമൂഹത്തെ സംബന്ധിച്ച്. അമാവാസിയാണ്. ഇന്നത്തെ സ്നാനം ചെയ്യലോടുകൂടി സന്യാസ ജീവിതം ആരംഭിക്കുന്ന നിരവധി പേരുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായ പുണ്യമായ ഒരു സ്നാനമാണ് നടക്കേണ്ടിയിരുന്നത്. അവിടെയാണ് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. 10 പേരുടെ മരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവൂ. ഏതായാലും അവിടെ സജ്ജീകരിച്ചിട്ടുള്ള താൽക്കാലിക ആശുപത്രികളിൽ ചികിത്സയിലാണ് പരിക്കേറ്റവരുള്ളത്. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ എയർ ആംബുലൻസിൽ ലക്നൌവിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.